ഓം സ്വാമിയേ ശരണമയ്യപ്പ. പാരുകൾ 14 തന്നിലും മരുവുന്ന ജീവജാലങ്ങൾക്ക് ജീവനായി ശാസ്താവായി കാനനക്കോവിലിൽ മോദേന വാഴുന്ന ദേവദേവേശ നമസ്തേ നമോസ്തുതേ. ശ്രീ ഹരിഹരപുത്ര സഹസ്രനാമം ശ്ലോകം 19. ധനുഷ്പാണിർധരാധ്യക്ഷോ ധനികോ ധർമ്മവത്സല ധർമ്മജ്ഞോ ധർമ്മനിരതോ ധനുശാസ്ത്രപരായണ. ഈ ശ്ലോകത്തിൽ ശ്രീ ധർമ്മശാസ്താവിൻ്റെ 7 ദിവ്യനാമങ്ങളാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. ആ നാമങ്ങളുടെ അർത്ഥം നോക്കാം. ധനുഷ്പാണി, ശ്രീ ധർമ്മശാസ്താവ് കയ്യിൽ വില്ല് ധരിച്ചിരിക്കുന്നു. ധനുഷ്പാണി എന്ന നാമത്തിന് കയ്യിൽ വില്ല് ധരിച്ച ദേവൻ എന്ന അർത്ഥം. ധരാധ്യക്ഷ, ധര എന്ന പദത്തിന് ഭൂമിയെന്നും പർവ്വതമെന്നും അർത്ഥമുണ്ട്. ഭൂമിയെ അഥവാ പർവ്വതത്തെ പ്രത്യക്ഷമായി കണ്ടറിഞ്ഞ് ലോകനാഥനായി ശോഭിക്കുന്ന ദേവനായത് കാരണം ശ്രീ ധർമ്മശാസ്താവിന് ധരാധ്യക്ഷൻ എന്ന് നാമം. ധനിക, എല്ലാവിധമായ സമ്പത്തും ധാരാളമായി ഉള്ള ദേവൻ. നിഷ്കാമമായി ചിത്തശുദ്ധിയോടുകൂടി ശ്രീ ധർമ്മശാസ്താവിനെ ആശ്രയിക്കുന്നവർക്ക് എല്ലാവിധ സമ്പത്തും ഭഗവാൻ ദാനം ചെയ്യുന്നു. അടുത്ത നാമം ധർമ്മവത്സല. ധർമ്മത്തോടും ധാർമ്മികന്മാരോടും വാത്സല്യമുള്ള ദേവനായതിനാൽ ശ്രീ ധർമ്മശാസ്താവിന് ധർമ്മവത്സലൻ എന്ന നാമം. ധർമ്മജ്ഞ, ധർമ്മത്തെ നല്ലവണ്ണം അറിയുന്ന ദേവൻ. ധർമ്മനിരത, ധർമ്മ തൽപരനായി വർത്തിക്കുന്ന ദേവൻ. ധനുശാസ്ത്രപരായണ, ധനുശാസ്ത്രം ആയുധവിദ്യ, എല്ലാവിധ ആയുധവിദ്യകളും അറിയാവുന്ന ദേവൻ. അതായത് ആയുധവിദ്യയിൽ താൽപ്പര്യമുള്ള ദേവൻ എന്ന് അർത്ഥം. നാമാവലി: ഓം ധനുഷ്പാണയേ നമഃ. ഓം ധരാധ്യക്ഷായ നമഃ. ഓം ധനികായ നമഃ. ഓം ധർമ്മവത്സലായ നമഃ. ഓം ധർമ്മജ്ഞായ നമഃ. ഓം ധർമ്മനിരതായ നമഃ. ഓം ധനുശാസ്ത്രപരായണായ നമഃ. ഓം ശ്രീ ഹരിഹരാത്മജായ നമഃ. മന്ത്രപുഷ്പാണി സമർപ്പയാമി. ശ്ലോകം 20. സ്ഥൂലകർണ സ്ഥൂലതനു സ്ഥൂലാക്ഷസ്ഥൂലബാഹുക തനൂത്തമത്തനുത്രാണ താരകതേജസാംപതി. ഈ ശ്ലോകത്തിൽ ശ്രീ ധർമ്മശാസ്താവിൻ്റെ 8 ദിവ്യനാമങ്ങളാണ് ഉള്ളത്. ആ ദിവ്യനാമങ്ങളുടെ അർത്ഥം: സ്ഥൂലകർണ, സാമുദ്രിക ലക്ഷണമനുസരിച്ച് വളരെ വിശേഷപ്പെട്ടതാണ് സ്ഥൂലമായിട്ടുള്ള ചെവി. ലക്ഷണയുക്തമായ ചെവികളാണ് ശ്രീ ധർമ്മശാസ്താവിന് ഉള്ളത്. അതുകൊണ്ട് ശ്രീ ധർമ്മശാസ്താവിന് സ്ഥൂലകർണൻ എന്ന നാമം. സ്ഥൂലതനു, കൊഴുത്ത് മാംസളമായുള്ള ശരീരമുള്ള ദേവൻ. സ്ഥൂലാക്ഷ, വലിയ കണ്ണുള്ള ദേവൻ അഥവാ മഹാജ്ഞാനിയായിട്ടുള്ള ദേവൻ എന്ന് അർത്ഥം. സ്ഥൂലബാഹുക, കൊഴുത്തുരുണ്ട് മുട്ടോളം എത്തുന്ന കൈകൾ.
വളരെ വിശേഷമാണ്. ശ്രീമദ് അയ്യപ്പ ഭാഗവതത്തിൽ ശ്രീ ധർമ്മശാസ്താവിൻ്റെ കേശാദിപാദസ്തുതിയിൽ ഭഗവാന്റെ തൃക്കരങ്ങളെ ഇപ്രകാരം വിശേഷിപ്പിക്കുന്നു. 8 ദിക്കിനും താങ്ങാം അഷ്ടതൃക്കരാഗ്രങ്ങൾ, എത്തിയിടും ഊരുക്കൾക്കും താഴെയായി പ്രശോഭിതം. ഇപ്രകാരം സ്ഥൂലമായ ബാഹുക്കളോടുകൂടിയ ദേവനായതിനാൽ ശ്രീ ധർമ്മശാസ്താവിന് സ്ഥൂലബാഹുകൻ എന്ന നാമം. തനൂത്തമ, തനു ശരീരം, ഉത്തമമായ ശരീരമുള്ള ദേവൻ. തനുത്രാണ, ഏറ്റവും ചെറിയതിനെയും രക്ഷിക്കുന്ന ദേവൻ. അതായത് നമ്മുടെ ശരീരത്തെ രക്ഷിക്കുന്ന ദേവൻ എന്ന് അർത്ഥം. താരക, ഈ സംസാരസാഗരത്തെ കടക്കുവാൻ സഹായിക്കുന്ന ദേവനാണ് ശ്രീ ധർമ്മശാസ്താവ്. സംസാരസാഗരത്തെ താരണം ചെയ്യിക്കുന്ന ദേവനായതിനാൽ ദേവന് താരക എന്ന നാമം. തേജസാംപതി, പ്രകാശമാനങ്ങളായ, അതായത് ശോഭാകരങ്ങളായ എല്ലാത്തിൻ്റെയും നാഥനായിട്ടുള്ള ദേവൻ. ഈ പ്രപഞ്ചത്തിൽ ഉള്ള എല്ലാ വസ്തുക്കളും പ്രകാശിക്കുന്നത് ശ്രീ ധർമ്മശാസ്താവിൻ്റെ പ്രകാശം ഒന്നുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഭഗവാന് തേജസാംപതി എന്ന നാമം. നാമാവലി. ഓം സ്ഥൂലകർണായ നമഃ. ഓം സ്ഥൂലതനവേ നമഃ. ഓം സ്ഥൂലാക്ഷായ നമഃ. ഓം സ്ഥൂലബാഹുകായ നമഃ. ഓം തനൂത്തമായ നമഃ. ഓം തനുത്രാണായ നമഃ. ഓം താരകായ നമഃ. ഓം തേജസാംപതയേ നമഃ. ഓം ശ്രീ ഹരിഹരാത്മജായ നമഃ. മന്ത്രപുഷ്പാണി ഭക്തിപൂർവം സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണം ഏവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വാമിയേ ശരണമയ്യപ്പ.